കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്ന വിവരങ്ങളുമായി എബി ജോൺ തോമസിനുണ്ട്. എബി, വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നേരെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം അവിടെ പള്ളിയിലേക്ക് വീട്ടിലെത്തി അതിനുശേഷം പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ പ്രാർത്ഥന ശുശ്രൂഷ, അതിനുശേഷം സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് ഇവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. വലിയ രീതിയിലുള്ള പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ ആംബുലൻസിന് അകമ്പടിയായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ടായിരുന്നു. ആ നിലയ്ക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ പോലീസ് സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഇതിനൊരു സുരക്ഷ എന്ന നിലയ്ക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി അല്ലെങ്കിൽ 12 മണിക്ക് മുമ്പായി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അങ്ങോട്ട് പോകാം എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആ സമയബന്ധിതമായി തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിരുന്നു. തുടർന്ന് 9 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അതിനുശേഷം ഏതാണ്ട് 1/2 മണിക്കൂർ 9:30 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ 11:30 ആയി കഴിഞ്ഞപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. അതിനുശേഷം ചെറിയൊരു പ്രാർത്ഥനാ ശുശ്രൂഷ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ എൽദോസിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അകമ്പടിയായി പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ എന്നുള്ളതാണ്. വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ, ബന്ധുക്കൾ, ഒപ്പം തന്നെ വിശ്വാസികളൊക്കെ തന്നെയും അല്ലെങ്കിൽ ഇദ്ദേഹം പള്ളിയുമൊക്കെ ആയിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ആളുകളുടെയൊക്കെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. സമാനതകളില്ലാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ അവിടെ ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു വലിയ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ബസ് നിറയെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ അതിന് കൂടാതെ തന്നെ കുട്ടമ്പുഴ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും ചെറിയൊരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വീട്ടിലെത്തി ഇനി ഇവിടുന്ന് എങ്ങോട്ട് കുട്ടമ്പുഴയ്ക്ക് കൊണ്ടുപോയേക്കാണ്. ഉരുളം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് അല്ലോ. അപ്പം അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. പിന്നീട് പള്ളിയിൽ അവിടെ വെച്ചായിരിക്കും പ്രധാനപ്പെട്ട സഭാസംബന്ധമായിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം നടത്തപ്പെടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ചെറിയൊരു പ്രാർത്ഥന ഇവിടുന്ന് തുടക്കത്തിൽ മാത്രമുള്ള ഒരു പ്രാരംഭ പ്രാർത്ഥനകൾ മാത്രമേ നടത്തിയുള്ളൂ. 5 മിനിറ്റ് മാത്രം. അപ്പോൾ ഇനി വീട്ടിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം പള്ളിയിൽ ശുശ്രൂഷകളുണ്ടാകും. തുടർന്നാണ് സിമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക. 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിരവധിയായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി എത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് 3 മണിയോടുകൂടി ആണ് ഇവർ പ്രതീക്ഷിക്കുന്നതെങ്കിലും 3 മണിക്ക് സംസ്കാര ചടങ്ങ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വ്യക്തത നമുക്ക് വരുത്താൻ കഴിയില്ല. എന്തായാലും 3 മണിയാണ് പ്രതീക്ഷിക്കുന്ന സമയം. ജനങ്ങളുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. 2 ഇടങ്ങളിൽ ഇന്ന് ജനകീയ ഹർത്താൽ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രതിഷേധം ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഇന്നത്തെ ദിവസം ഇത്തരത്തിലൊരു ജനകീയ ഹർത്താൽ എന്ന നിലയ്ക്ക് തന്നെ നടത്താനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തിരുന്നു. അത് ഇന്നെന്തായാലും തുടരുക തന്നെയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറിച്ച് അവർ കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് പരിഗണിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. ഇന്നലെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ തന്നെയും തങ്ങൾ അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കി തരാമെന്നുള്ളൊരു ഉറപ്പ് കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് നടപടികൾ ആരംഭിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഘട്ടം ഘട്ടമായി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്
കളക്ടർ വ്യക്തമാക്കിയിരുന്നത്. ഇന്നലെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തുകയും അതിന് തീരുമാനമെടുക്കുകയും നടപടിയാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇന്നലെ 5 ലക്ഷം രൂപ ചെക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള തുക ഇന്ന് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ നിലയ്ക്കുള്ള നടപടികളൊക്കെ തന്നെ നടക്കുന്നു. ഒപ്പം തന്നെ അവിടെ കിടങ്ങ് സ്ഥാപിക്കുക, ഒപ്പം തന്നെ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 21-ാം തീയതി ആരംഭിക്കും. 27-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏതെല്ലാം നടത്തിയിട്ടുണ്ടെന്നതിനെക്കുറിച്ചിട്ട് അവലോകന യോഗം ചേരും. ഇത്തരത്തിൽ വളരെ ഗൗരവമായി തന്നെ കാണാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഈ 2-3 ദിവസത്തിനുള്ളിൽ 2 മരണങ്ങളാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായും ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം ആളിക്കത്താനുള്ള ഒരു സാഹചര്യം. കുട്ടമ്പുഴ ഉൾപ്പെടുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളൊക്കെ തന്നെ സ്ഥിരമായി തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. അതുതന്നെയാണ് ഇവർ പല കാലങ്ങളിലായി പല സമയങ്ങളിലായി ഇത്തരത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ഇതിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയതും. ഇന്നലെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെ കാണുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഏതാണ്ട് 7 മണിക്കൂറോളം നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മൃതദേഹം ആ സംഭവ സ്ഥലത്ത് പോലും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ അതിലേക്ക് പോലും ആളുകൾ അനുവാദം അല്ലെങ്കിൽ അനുവദിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ആ പ്രതിഷേധം അതിന് സമാനമായ രീതിയിലല്ല, മറിച്ച് വളരെ സമാധാനപരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഫോറസ്റ്റ് ഓഫീസുകൾക്ക് ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് നടത്താൻ തന്നെയാണ് തീരുമാനം. ആ നിലയ്ക്കുള്ള പരിപാടികൾ ഇതിന് ശേഷം, അതായത് വൈകുന്നേരത്തോടു കൂടി അവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്നാണ് അറിയുന്നത്. അതിന് ശരി. എ.പി. കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന കിണാഞ്ചേരി സ്വദേശി എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം കോതമംഗലത്തേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് ശേഷം കോതമംഗലം ചേലാട കൂറുമറ്റം സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.